നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ കോഴിക്കട 16 കോളനി എന്ന് പറയുന്ന സ്ഥലത്താണെന്നുള്ളത്. ഏകദേശം 32 വർഷമായിട്ട് ഇവിടെയുള്ള ഒരു 16 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാതെ മുനിസിപ്പാലിറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വലിയ രീതിയിലൊരു സാഹചര്യം. ഈ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പോലും LDF ഭരിക്കുന്നതാണ്, ഭരണകക്ഷിയുടെ MLA ആണ്. ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പട്ടയം ലഭിക്കാത്ത ആളുകളുടെ വീടിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടുത്തെ MLA ആയിട്ടുള്ള VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ വീടുമുള്ളത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇവിടുത്തെ ഭരണാധികാരികളുടെ വലിയ രീതിയിലുള്ളൊരു അനാസ്ഥ ഇവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചേട്ടന്മാരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നല്ലോ? ഷൈജു. ഇവിടെ താമസിക്കുന്നതാണോ? അതെ, ഇവിടെ താമസിക്കാം. എത്ര നാളായിട്ട്? ഒരു 28 വർഷമായിട്ട് ഇവിടെ ഞാൻ താമസിക്കുന്നത്. എന്താ ചെയ്യുന്നത്? കൽപ്പണിയാണ്. ചേട്ടാ, ഇപ്പോൾ ഈ ഇവിടെ നിങ്ങൾക്ക് പട്ടയം ലഭിക്കാത്തൊരു സാഹചര്യം കഴിഞ്ഞൊരു 32 വർഷമായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു വിഷയം ഓരോ സമയങ്ങളിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരിതിനൊരു പരിഹാരം കാണാത്തത്? ഇവിടെ എല്ലാവരും ഇലക്ഷൻ വരുമ്പോ വന്നങ്ങാട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലവർ പറയും ഞങ്ങള് ഈ സാധനങ്ങളൊക്കെ ശരിയാക്കി തരാം, എല്ലാവരും ഒപ്പിട്ട് കൊടുക്കും. ഇതേമാതിരി കുറെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പറയും, ഇലക്ഷൻ പറയും, ചെയ്ത് പോവും, അത്രേ ഉള്ളൂ. ഇപ്പോ ഈ ഇവിടുത്തെ MLA താമസിക്കുന്ന പോലും 1 കിലോമീറ്റർ അപ്പുറത്താണ്. നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ പുള്ളി എന്താ പറയുന്നത്? അതില് നമ്മള് കൗൺസിലറായിട്ടാണ് നമ്മൾ സംസാരിക്കാറ്. MLA ആയിട്ട് വലിയ കൺസേൺ നമ്മളില്ല, കൗൺസിലർ സംസാരിക്കുക. അപ്പൊ ആള് വരുമ്പോ പറയും നമുക്ക് ശരിയാക്കുക, ഇത് ചെയ്യാ, അങ്ങനെ പറയും. വാഗ്ദാനം മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാറില്ല. ഈ LDFന്റെ ഒരു വാർഡ് കൂടിയാണുള്ളത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ പറയുന്ന വാർഡ് കൗൺസിലോട് പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്താണ് മറുപടി തരുന്നത്? എന്താണ് എത്ര നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നമുക്ക് പറയാന്നല്ലാണ്ട് ഒരു പറഞ്ഞു വാഗ്ദാനമൊന്നുമില്ല. പറയാൻ ഇത് ചെയ്യും, അവർ പറയും, പോകും, അത്രേ ഉള്ളൂ. അതേമാതിരി ഇവിടെ പൈപ്പ് പൊട്ടി കിടന്നുകൊണ്ട് വർഷം എത്ര ഈ 2 മാസം ചില മാസം ഇവിടെ വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി. എവിടെ ഇറക്കുമ്പോൾ പൈപ്പ് പൊട്ടിയിട്ട് അത് ഇത്രയും വീട് താമസിക്കുകയാണ്. എന്നിട്ട് പിന്നെ പൊട്ടി വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഇപ്പുറത്തുള്ള ചേട്ടന് ഞങ്ങൾക്ക് മോട്ടർ അടിച്ച് വെള്ളം തരാറ്. അതിപ്പോ അതിനുശേഷം ചില മാസം കണ്ട ഇവിടെ ഒക്കെ ശരിയാക്കി. അപ്പോൾ ഒരു സഹകരണ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഉറപ്പാണ്. വേണ്ടിയിട്ടുള്ള ഒരു നടപടി അവർ ഇത്രയും കാലമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്, ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു ഉത്തരം കിട്ടിയാണ് ഇത്ര വർഷമായിട്ട്. നമസ്കാരം. പേര് തരുന്നത്? എന്റെ പേര് ദിനേഷ്. ഓക്കെ ചേട്ടാ, ഇപ്പോൾ ഈ ഒരു പട്ടയം ലഭിക്കാത്തൊരു വിഷയം വർഷങ്ങളായിട്ടുള്ളതാണല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഈ പാവങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ ചെയ്യാത്തത്? അപ്പൊ ഈ വാർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 പ്രാവശ്യവും ഇടതുപക്ഷമാണ് ജയിച്ചേക്കുന്നത്. 2 പ്രാവശ്യവും അവര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഇവിടെയുള്ള താമസിക്കുന്ന എല്ലാവരും മഹാപാവങ്ങളാണ്. ഇപ്പൊ തന്നെ നിങ്ങളൊരു കാര്യം നോക്കൂ, മീഡിയാസ് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവരെല്ലാവരും, എല്ലാ സ്ത്രീകളും വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ഭയപ്പാടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് പറഞ്ഞാൽ കുടിവെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് വിളിക്കേണ്ടത് കൗൺസിലറെയാണ് വിളിക്കുന്നത്. ഇതേമാതിരി ഒരു ബൈറ്റ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതികാര നടപടികൾ എന്തെങ്കിലും ഉണ്ടായാലോ, അല്ലെങ്കിൽ വേണ്ട കറണ്ടിന്റെ കണക്ഷന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി വിളിച്ചു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ എന്തെങ്കിലും പ്രതികാര ബുദ്ധി ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ് അവര് ഇത്ര നാളും ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഉള്ള സൗകര്യങ്ങളിൽ അവർ ജീവിക്കുന്നത്. ഇതില് നമ്മൾ പല പ്രാവശ്യങ്ങൾ പല ആൾക്കാരുകളും ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കോളനിക്ക് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തത്, SC/ST സ്ഥലം കൊടുത്തത്. ആ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നടവഴിയും കൂടി ഇല്ല, വെറും ചതുപ്പ് നിലം. അതേമാതിരി കിടക്കുന്നതാണ് ഈ സംഭവങ്ങൾ. അപ്പൊ ഇവര് എല്ലാം സഹിച്ചും അനുഭവിച്ചും ഇവിടെ ജീവിക്കുക തന്നെയാണ്. ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 2 ബൈറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് അവരുടെ ഇവിടെ വന്ന് എല്ലാ പാർട്ടിക്കാരും വന്ന് ഇവിടെ ചോദിച്ചു പോകാറുണ്ട്. എല്ലാ പാർട്ടിക്കാരും വന്ന് ചോദിച്ചു പോകുന്നുണ്ട്. ആരും ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് എല്ലാവരും നല്ല സ്നേഹത്തിൽ പ്രതികരിക്കുന്നത്. അപ്പൊ 2 പ്രാവശ്യം ഇവിടെ ഇടതുപക്ഷമാണ് ഭരിച്ചത്. പക്ഷെ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പോടുകൂടി തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒരു 50 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. കൂടാതെ നിലവിലെ MLA VS സുനിൽകുമാർ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷമായി അദ്ദേഹം MLA ആണ്. ഈ തവണത്തോട് ഏകദേശം 10 വർഷം പൂർത്തിയാക്കാം. അപ്പോ ഒരു അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ഈ ഒരു വിഷയം സംസ്ഥാനം ഭരിക്കുന്ന LDFും മുനിസിപ്പാലിറ്റിയും LDF ആണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ MLAയും LDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിസ്സാരമായിട്ട് സാധിക്കുന്നതല്ലേ? എന്തുകൊണ്ടായിരിക്കാം? ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണ ശേഷിയുടെ കുറവായിരിക്കുമോ ഇവർ ഇതിലൊരു നടപടി എടുക്കാത്തത്? അല്ല, പ്രതികരണ ശേഷി ഇവര് ആദ്യമേ തുടങ്ങി എപ്പോഴും ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇവര് ചെയ്യൂല എന്നുള്ളത്. കാരണം ഇവര് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇവർക്ക് ആ ഇലക്ഷൻ ടൈമിൽ വന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളിത് നാളെ ശരിയാക്കി തരാം, മറ്റന്നാൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരെയും അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സുനിൽ കുമാറൊക്കെ ശരിയാണ്, എൻ്റെ കൂടെ കളിച്ചു വളർന്നൊരു MLA ആണത്. പക്ഷെ അദ്ദേഹമൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഈ റൂട്ടിൽ കൂടെ പോകുന്നത് കാണാം, പക്ഷെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടോ, ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ ഇവരെല്ലാവരും കൂടി ഒപ്പിട്ട് കൊടുത്ത എല്ലാ രേഖകളും അവിടെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് കൊടുക്കണില്ല എന്നുള്ളത് മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് തന്നെ നമ്മൾ വിവരാവകാശം വെച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പൊ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് വെച്ച് നോക്കണം. ഇവിടെ കൂടുതൽ താമസിക്കുന്ന SC വിഭാഗത്തിലെ ആളുകളാണ്. ഇതില് SC ഉണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ ഒരു പ്രതിഷേധത്തിന് മറ്റു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഭയമാണോ? അല്ല, ഇവര് വരികയാണെന്നുണ്ടെങ്കിൽ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ 16ാം കോളനിയിൽ തന്നെയുള്ള വ്യക്തികൾ അതിന് സ്ത്രീകളടക്കം വരണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇത് മേടിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. കാരണം ഞാൻ ഈ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഫ്ലഡ് വന്ന സമയത്തും ബാക്കിയുള്ള സമയത്തും എല്ലാത്തിലും ഞാൻ ഇവിടെ ഓടി നടന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ പറഞ്ഞത്, ഇവരെല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാരും കൂടിയാണ്. ഇവരെല്ലാവരും എന്നെ നല്ലോണം അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ വിളിച്ചിട്ട് കൂടി അവര് വരണില്ല ഇപ്പൊ ഒരു ബൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഈ മുനിസിപ്പാലിറ്റിയെ ഭയമാണെന്നുണ്ട്. കാരണം ഇവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡിലേ ആക്കുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ടായിരിക്കാം അവര് ബൈറ്റ് വരാൻ തയ്യാറാവാത്തത്. അപ്പൊ അവര് പാവങ്ങളാണ്, അതിന്റെ പേരിലാണ്. അല്ലാണ്ട് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ആ ചേച്ചി സുലോചൻ ചേച്ചി തന്നെ പറഞ്ഞില്ലേ, എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പോണ്ടോടത്തൊക്കെ പോയി, ഇനി എനിക്ക് നടക്കാൻ വയ്യ ഇതിന്റെ പിന്നാലെ. ആ ചേച്ചി വയ്യാണ്ടിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. കാരണം നടന്നിടുന്ന അവശതയായി. അപ്പൊ ഒരു പരിധി കഴിയുമ്പോ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അത്രയും പറയുന്നുള്ളൂ. ഇപ്പോ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇനി ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭരണമാറ്റം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടായാൽ പോലും ഇത് പരിഹരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്ന് പറഞ്ഞാല് മുനിസിപ്പാലിറ്റി ഭരിച്ച് ഏകദേശം നശിപ്പിച്ചു വെച്ചേക്കാണ്. അവിടെ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല, നമുക്ക് ഈ നാട്ടുകാർക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണത്. നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷെ ഇത് ചെയ്യൂല. അത് ചെയ്യാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള മുനിസിപ്പാലിറ്റിയോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിനുവേണ്ടിയുള്ള സമരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ആലോചനയിൽ ഞങ്ങളുടെ ഉണ്ട്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇവരും കൂടി സഹകരിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ സാധാരണ രീതിയിൽ ഒരു ഭരണാധികാരികളുടെ അടുത്തൊരു വിഷയം പറയുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു റിപ്ലൈ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ വിഷയത്തിൽ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ ഇവര് തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് പറയും നാളെ ശരിയാക്കി തരാം, നിങ്ങളൊന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് പിന്നെ അത് തടയുക, അത്ര തന്നെ. അതോടുകൂടി കഴിഞ്ഞ്. അപ്പൊ ഈ പാവങ്ങൾ എന്താ വിചാരിക്കുക, മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളെ കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന് കിട്ടും നാളെ കിട്ടും. എന്നിട്ട് ഇവര് തന്നെ ഈ പാവങ്ങൾ തന്നെ കൗൺസിലറെ കാണുമ്പോൾ ചോദിക്കും എന്തായി എന്ന് ചോദിക്കുമ്പോ പറയുന്ന അത് ശരിയാവും. ഇങ്ങനെ ശരിയായി കഴിഞ്ഞ് ഇവിടെ ഇടതുപക്ഷം ഭരിച്ച് 10 കൊല്ലം ഈ 13ാം വാർഡ് ഭരിച്ച ഇടതുപക്ഷം ഈ 10 കൊല്ലവും ഈ പാവങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 10 കൊല്ലവും ഇതിനിപ്പോ ഒരു പരിഹാരം നിലവിലെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇല്ല. ഇതിന് പരിഹാരം ഇപ്പോഴും ആയിട്ടില്ല. എനിക്ക് 100% ഉറപ്പാണ്. പരിഹാരമായെങ്കിൽ ഇപ്പോഴെങ്കിലും ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കണ്ടേ? ഈ പട്ടയം ഇത്രയും 16 കുടുംബങ്ങൾക്കും ഒരു ലോൺ എടുക്കാൻ കൂടി പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവര്. മനസ്സിലായോ? പിന്നെ കൂടാതെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വെള്ളം കയറല്, ഇത് തൊട്ടപ്പുറത്ത് പാടമാണ്. അപ്പൊ അതില് മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടിയും സ്കൂളുകളിലും അവിടെ ഇവിടെയൊക്കെയാണ് അഭയം പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് SC/STക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്തേക്കുന്നു മുനിസിപ്പാലിറ്റി, ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട്. അതും കൂടി നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം കൂടിയും കൂട്ടി അണർത്തി നോക്കുമ്പോ മുനിസിപ്പാലിറ്റി ചെയ്തു വച്ചേക്കുന്നത് എല്ലാവരും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതായി യാതൊരുവിധ കാര്യമില്ല. വളരെ നന്ദിയായിട്ട്. ശരി, ഓക്കെ, താങ്ക് യു. 50 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പട്ടയം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്കുള്ളൊരു വളരെ ദുരിതം
ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണുക എന്നുള്ളത് ഒരു ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു. പക്ഷെ അതിൽ 1% പോലും മുന്നോട്ട് പോകാതെ ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്തയിൽ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.